നമസ്കാരം. നമ്മൾ ഈ അറബികളിലെ ഒരു സംസ്കാരമാണ്. ഇവർ ഈ ഷാളിട്ട ഉടനെ ഈ വട്ട് എന്ന് പറയുന്ന ഈ സാധനം അങ്ങനെ വെക്കും. ഇത് പൊതുവെ എല്ലാ അറബ് രാജ്യങ്ങളിലുള്ള ആളുകളും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇതിന് അക്കാലി എന്നാണ് അറബിയിൽ പറയുന്ന പേര്. സാധാരണഗതിയിൽ ഇത് കണ്ടില്ല, ഇത് ഇങ്ങനെ ഒരു നീളമുള്ളൊരു സാധനം, വാല് പോലെ ഒരു സാധനം ഉണ്ടാവും. ഇത് ഈ കത്തരികളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എന്നാൽ സൗദികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. സാധാ സാധനം. അപ്പോൾ ഇത് നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സൗദിയിലെ അൽഖസീമിലെ ബുറൈദക്കടുത്ത് സഫറയിലുള്ള ഒരു മലയാളി നമ്മുടെയൊക്കെ സുഹൃത്ത്, ഇവിടുത്തെ ICFന്റെ ഒരു നേതൃത്വം കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലാണ്. ഏകദേശം 30 വർഷത്തോളമായി അദ്ദേഹം സൗദിയിലുണ്ട്. ഏകദേശം 16 വർഷത്തോളമായി അദ്ദേഹം ഈ സ്ഥാപനം നടത്തുകയാണ്. ഇത് ഇവിടെ നിർമ്മിക്കുകയും ചെയ്യും, അതുപോലെ പുറത്തുനിന്നൊക്കെ വന്ന് ഇവിടെ വിൽപ്പനയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു സംഭവമാണല്ലോ ഇത്. എല്ലാ സൗദികളും ഇത് ഉപയോഗിക്കുന്നവരാണ്. അവരുടെ നിത്യജീവിതത്തിലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷാളുണ്ട്. അപ്പോൾ നമുക്കറിയാലോ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഷാള്. പൊതുവെ സൗദികൾ ഉപയോഗിക്കുന്നത് ഇതാണ്, ഈ കളറിലുള്ള സംഭവമാണ്. ഇതിനൊരു പേര് പറയില്ല, വാക്ക് എന്തെങ്കിലും ഷിമാൾ, ഇതാണ് ഇവർ ഉപയോഗിക്കുന്നത്. എന്നാലും ഈ വെള്ള കളർ എടുത്ത ദിവസം ഇമാറാത്തികൾ കൂടുതലും ഉപയോഗിക്കുന്നത്, അതുപോലെ ഈ യമനികൾ, അതുപോലെ മറ്റ് ഖത്തറികളൊക്കെ കുവൈറ്റിയൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ്. എന്നാൽ സൗദികളെ പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന സാധനമാണ് ഇത്. സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. ഇതിന്റെ മുകളിലാണ് ഇവർ ഈ വട്ട് ഇങ്ങനെ വെച്ചിട്ട്, കാണാൻ നല്ല ലുക്കാണ്, ഭംഗിയാണ്. അതുപോലെ ഇവിടുത്തെ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇവിടുത്തെ ഏറ്റവും നാഷണൽ ഡേ, അതുപോലെ ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്ന, ഇവിടുത്തെ ഈ എന്താ പറയാ, പുരാതന ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഇത്. ഇത് നല്ല രസമാണ്. ഇത് അതുപോലെ ഈ കറുത്ത കോട്ട് ഇവർ ഉപയോഗിക്കും. അതിന്റെ അത് ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതലും ഇത് ഉപയോഗിച്ച് കാണുന്നത്. അതുപോലെ കുറെ പ്രായമുള്ള ആളുകളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ രണ്ട് ഐറ്റംസ് ഉണ്ട്. ഒന്ന് സാധാരണഗതിയിലെ നൂല് കൊണ്ട് ഉപയോഗിക്കുന്ന സാധനം. ബാക്കി അതവിടെ ആ നൂലൊന്ന് എടുക്കുക. ഓക്കെ, അതല്ല, ആ നൂല് ഇതുണ്ടല്ലേ, സാധാരണ നൂല് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമുണ്ട്. എന്നാൽ ഇവിടുത്തെ തന്നെ ഇവിടെ കിട്ടുന്ന പ്ലാസ്റ്റിക് ഇത്, അതുപോലെ ഈ ആട് രോമം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയും. ഒന്ന് കത്തിച്ച് പോവൊക്കെ. ഇത് കത്തിച്ചാല് ഒന്ന് കത്തിക്കുമ്പോൾ എന്തായിരിക്കും എന്നറിയാം, നമ്മുടെ മുടിയൊക്കെ കത്തിയ ഇതുണ്ടാവും, ആടുരോമ സാധനം. പിന്നെ ഇത് കണ്ടില്ല, നമ്മളെ നൈലോണിന്റെ സാധനമാണ്, പ്ലാസ്റ്റിക് നൈലോണിന്റെ നൂല് കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ കൂടുതലും സൗദികൾ ഇതാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ വാക്കെ? അതെ, സൂഫ് എന്നൊക്കെ പറയുന്ന പേരിൽ അറിയപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നമ്മുടെ വയനാടിന്റെ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു ദുരിതാശ്വാസ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അപ്പോൾ അതിന്റെ ഒരു പിരിവിന്റെ കളക്ഷനുമായി ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇറങ്ങിയപ്പോൾ സാന്ദർഭികമായി കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ്, ഒരു വീഡിയോ ആണ്. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സത്താർക്കാണ് വീഡിയോ എടുക്കുന്നത്. ഏതായാലും എല്ലാവരോടും സന്തോഷം. കൂടുതൽ അറിയുന്ന ആളുകളൊക്കെ അറിവുകൾ പങ്കുവെക്കണം. ഇവിടെ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ബാവക്കെ സമീപിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും. കുറഞ്ഞ പൈസക്കാണ്. കുറെ വർഷങ്ങളായി അദ്ദേഹം ഇതിന്റെ നിർമ്മാണം അവിടെ വാക്ക് കാണിച്ചിട്ട് ഇവിടെയാണ് അതിന്റെ നിർമ്മാണം നടത്തുന്നത്. ഇതാണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണല്ലേ, 2 നൂല്, അതുപോലെ അതിന്റെ ഈ തലക്കൽ ഉപയോഗിക്കുന്ന ആ സംഭവം എല്ലാം ഉണ്ട്. ഒരു ഇവിടുത്തെ ഏറ്റവും പഴയ കടയാണിത്. ഇവിടുത്തെ ഈ അൽഖസീമിലെ ഏറ്റവും കടയാണിത്.